ഹായ് ഓൾ വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമ്മുടെ LP-UP പരീക്ഷയ്ക്ക് സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ നമുക്ക് ബാങ്കുകളെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ആദ്യം തന്നെ നമ്മൾ എത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് വിശേഷണങ്ങളുണ്ട്, കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. ആദ്യം തന്നെ എന്താണ് ബാങ്കുകളുടെ ബാങ്ക്? നമ്മുടെ ഇന്ത്യയിൽ എടുക്കുമ്പോഴത്തേക്കും ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? RBI ആണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് RBI തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. വിദേശ നാണ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, നമുക്ക് വിദേശ നാണ്യ ശേഖരമുണ്ട്, അതിൻ്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? RBI തന്നെയാണ്. കറൻസിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്, നമ്മുടെ കറൻസിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ആരാണ്? RBI തന്നെയാണ് കറൻസിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. അടുത്തത് വായ്പകളുടെ നിയന്ത്രകൻ. വായ്പകളുടെ നിയന്ത്രകൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, കുറച്ച് റേറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതും നമുക്ക് മനസ്സിൽ നല്ലപോലെ പതിയാനായിട്ടാണ്. എന്തൊക്കെയാണ്? ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, വിദേശ നാണ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, കറൻസിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്, വായ്പകളുടെ നിയന്ത്രകൻ, എല്ലാം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇനി അതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്? 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. എന്ത് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1934 RBI ആക്ട് പ്രകാരമാണ് 1935 ഏപ്രിൽ 1-ന് നിലവിൽ വന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വർഷങ്ങളൊന്നും കൺഫ്യൂഷൻ വരണ്ട. 34-ലാണ് RBI ആക്ട് സ്ഥാപിതമായത്, 1935-നാണ്. ഇനി എന്ത് റെക്കമെൻഡേഷൻ കൊണ്ടാണ്, എന്ത് ശുപാർശ പ്രകാരമാണ് നമ്മുടെ RBI നിലവിൽ വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നത്. ചില സമയത്ത് ഹിൽട്ടൺ യങ് കമ്മീഷന് പകരം മറ്റൊരു പേര് നിങ്ങൾ കണ്ടേക്കാം, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് കണ്ടു കഴിഞ്ഞാലും അത് ശരി ഉത്തരം തന്നെയാണ്. ഇതിൻ്റെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ RBI നിലവിൽ വന്നത്. അടുത്തത് RBIയുടെ ആസ്ഥാനം. ആദ്യം സ്ഥാപിച്ച സമയത്ത് ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കൊൽക്കട്ടയാണ്. ഇപ്പം നമുക്കറിയാം ആസ്ഥാനം ഏതാണ്? മുംബൈ ആണ്. 1937-ലാണ് ആസ്ഥാനം മുംബൈയിലോട്ട് മാറ്റിയത്. അപ്പോൾ ഏറ്റവും ആദ്യം സ്ഥാപിച്ച സമയത്ത് ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്, അത് കൽക്കട്ടയാണ്. ഇനി എന്നാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്, നാഷണലൈസ് ചെയ്തത്? നമുക്കറിയാം RBI വന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണെന്നറിയാം. പിന്നീട് നമ്മളുടെ RBI ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, നാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാണ്? 1949 ജനുവരി 1-നാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. പരീക്ഷ പേപ്പറിൽ നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകാൻ പറ്റില്ല. ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും തരുന്നത്. ഇതിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ കൃത്യമായിട്ട് ഫാക്റ്റുകളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾക്ക് അവിടെ ഒരു മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ലോഗോയിലുള്ളത് എന്തൊക്കെയാണ്? കടുവയും എണ്ണപ്പനയുമാണ് RBIയുടെ ലോഗോയിലുള്ളത്. കടുവ ആ ലോഗോയിൽ വരുന്നതിന് മുമ്പ് സിംഹമായിരുന്നു ലോഗോയിലുണ്ടായിരുന്ന മൃഗം. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. RBIയെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്ന് അറിയാവുന്നവർ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.